ഹലോ ഹായ് വെൽക്കം എന്നൊന്നും പറയാണ്ട് ഞാൻ നേരിട്ട് കാര്യങ്ങൾക്ക് കിടക്കാം കേട്ടോ. ഇത് ഞാനും ആശുവും കൂടി വടക്കാഞ്ചേരി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി ഷൊർണൂർ വടക്കാഞ്ചേരി ഇല്ലേ, അത് എൻ്റെ അച്ഛൻ്റെ തറവാട് അവിടെയാണ്. തറവാട്ടിലേക്കല്ല ഞാൻ പോണത്, എൻ്റെ കസിൻ വീട് വെച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ടൗണിൽ നിന്ന്. അവിടേക്ക് പോവുകയാണ്. ആശു റെഡിയായി, ഞാനും റെഡിയായി. അവൻ്റെ കൗവൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് വന്നു. ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഊബറിന് കാത്തിരിക്കുകയാണ്. ഊബർ ഇതാ കയറി വന്നതോടുകൂടി ആശു അത് കണ്ടപ്പോൾ വലിയ ഹാപ്പി ആയിരുന്നില്ല. ഈ കാറിൽ പോകണ്ട, നമ്മുടെ റെഡ് കാറിൽ പോയാൽ മതി, ഈ ഡ്രൈവറെ എത്തി നോക്കിയപ്പോൾ ഈ അങ്കിൾ വേണ്ട, കണ്ണൻ അങ്കിൾ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് കയറ്റിയിരുത്തി കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് ഞാൻ ആപ്പിൾ തുറന്ന് ആപ്പിളിൻ്റെ ബോക്സ് എടുത്ത് കൊടുത്തു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ആൾ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡ്രൈവിങ് വലിയ സുഖം ഉണ്ടായിരുന്നില്ല ഊബർ ഡ്രൈവറിൻ്റെ. എന്തായാലും ഞങ്ങളെ വേഗം വടക്കാഞ്ചേരി എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ സജുമാമ, ജോഷിബമ്മായി, അപ്പുച്ചേട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആശുവിൻ്റെ എത്തിയ ഉടനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടോടുകൂടി വീട്ടിൻ്റെ അകത്തേക്ക് കയറണ്ട. അങ്ങനെ അവൻ അമ്മായിയുടെയും മാമ്മയുടെയും കൂടെ കൈ പിടിച്ച് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി. അവിടെ കുറേ ബഫലോസ് ഉണ്ടായിരുന്നു. അവൻ്റെ കുറേ ചോദ്യങ്ങളായിരുന്നു. ബഫലോൻ്റെ മുകളിൽ കിളി ഇരിക്കുന്നുണ്ട്, അതിനെ പിടിക്കാൻ പറ്റുമോ, അതിനെ കാണാൻ പറ്റുമോ, അവിടെ എന്താ ഉള്ളത്, ഇവിടെ എന്താ ഉള്ളത് എന്ന് കുറേ ചോദ്യങ്ങൾ. എന്തായാലും കുറച്ച് ദൂരം അവർ അപ്പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി തിരിച്ചു വന്നിട്ട് അപ്പുച്ചേട്ടൻ ജോയിൻ ചെയ്തു. അവർ എന്തായാലും ആശുവിന് നല്ലൊരു വാക്കായിരുന്നു അത്. ഗ്രീൻ അറ്റ്മോസ്ഫിയർ, ഗ്രീൻ ഓവറോൾ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. ചുറ്റും മലയും മരങ്ങളും നീലാകാശം, എന്ത് ഭംഗിയല്ലേ. എനിക്ക് അവൻ്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. എന്തൊരു ഹാപ്പിനെസ് ആയിരുന്നു ഒരു കുട്ടിയുടെ ഒരു എക്സ്പ്ലോറിങ് ഇത് കണ്ടിട്ട്. അത് കഴിഞ്ഞ് അപ്പുച്ചേട്ടനും അവനും കൂടി അവിടെ എന്തൊക്കെയോ പറിക്കുക. അവിടെ കുറേ മഞ്ഞ പൂക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവൻ അത് പൊട്ടിക്കാൻ നോക്കുന്നത്. അപ്പോൾ അപ്പുച്ചേട്ടൻ അത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതും പിടിച്ച് കക്ഷി വീട്ടിലേക്ക് നടന്നു വരികയാണ്. ഇപ്പോഴാണ് വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നത്. വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ അവിടെ ചോദ്യങ്ങളായി. ഇവിടെ എന്താ, ഈ മുറി എന്താ, ആ മുറി എന്താ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പുച്ചേട്ടൻ എവിടുന്ന് ഒരു കളിപ്പാട്ടും എടുത്ത് കയ്യിൽ കൊടുത്ത്. ആൾ നല്ല ക്ഷീണിച്ച കാരണം മണമണാന്ന് അങ്ങോട്ട് മാമുണ്ട്. അമ്മായി ചീരത്തോരൻ, കൂർക്ക ഉപ്പേരി, മോര് കൂട്ടാൻ, അങ്ങനെ എല്ലാം നിറയെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അവൻ സുഖമായിട്ട് പപ്പടവും കൂട്ടി നന്നായിട്ട് ഊണയിച്ചു. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. സജുമാമ AC ഒക്കെ ഇട്ട് റൂം തണുപ്പിച്ച് വെച്ചായിരുന്നു. അമ്മമ്മ ഞാൻ തന്നെ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ടോയ് എടുത്തിട്ട് പുതപ്പിട്ടിട്ട് കയറി കിടന്നു. സുഖമായിട്ട് കക്ഷി ഉറങ്ങി, വേഗം തന്നെ ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴേക്ക് അവൻ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ കുറേ കഥകളൊക്കെ ഇരുന്ന് പറഞ്ഞ് വൈകുന്നേരം ആയിപ്പോൾ എണീറ്റ് വന്ന് കടിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു.